പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഈ നിബന്ധനകളെല്ലാം നമ്മൾ ചെയ്യണില്ലേ? ഈ നിബന്ധനകൾ ചെയ്യുമ്പോൾ എൻ്റെ മക്കള് അതിൻ്റെ ഉള്ളിലുള്ള സ്പിരിറ്റ് എന്താണെന്ന് നോക്കണം. ഉടമ്പടിയുടെ ഉള്ളിലുള്ള സ്പിരിറ്റ്, എൻ്റെ ചൈതന്യം എന്താണ്? ലവ് ഓഫ് ഗോഡാ, ദൈവ സ്നേഹമാണ്. എൻ്റെ വചനങ്ങൾ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. 14:21 വായിക്കണില്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ? എന്നെ സ്നേഹിക്കുന്നവൻ പറഞ്ഞ് എൻ്റെ വചനങ്ങൾ പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ അവളിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വാസം നമ്മോട് കൂടെ. ഉടമ്പടി ചില്ലറ പ്രാർത്ഥനയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതൊരു ദൈവിക പദ്ധതിയാണ്. അച്ഛൻ്റെ പുതിയ പുസ്തകം ഇറങ്ങാൻ പോകുന്നുണ്ട്. ഉടമ്പടി പദ്ധതിയും പ്രയോഗവും. ഉടമ്പടി പദ്ധതിയും പ്രയോഗവും. ഇത് പദ്ധതിയാണ്, ദൈവിക പദ്ധതിയാണ്. ഈ നിബന്ധനകളെല്ലാം നമ്മൾ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എന്താണ്? ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എൻ്റെ മുറിയിരുന്നായാലും എവിടെ ഇരുന്നായാലും വണ്ടിയിരുന്ന കാറിയിരുന്നായാലും ഞാൻ പ്രാർത്ഥിക്കുന്ന മുമ്പ് കർത്താവിനോടൊരു കാര്യം പറയും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുമ്പ് കർത്താവിനോടൊരു കാര്യം പറയും. നിങ്ങൾ എന്നാ പറയണത്? പിതാവ് ദൈവത്തിൻ്റെ മകളായിരിക്കണം പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾ ദൈവ വിശ്വാസമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കണമേ, അല്ലേ? പിന്നെ എന്നാ പറയണത്? പുത്രൻ തമ്പുരാൻ്റെ മാതാവായിരിക്കണം പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളിൽ ദൈവ ശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കണമേ. ഇപ്പം യാക്കോബ സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ? ഉടമ്പടി എടുത്തതിന് ശേഷം അവൾ കത്തോലിക്കയിൽ നിന്ന് പോയി ജപമാല പഠിച്ചു വന്നു. കാര്യം അത് കേട്ടപ്പോഴേ ജപമാല പോലെ ഒരു പ്രാർത്ഥന ഇനി സഭയിലുണ്ടാവത്തില്ല. അത്രയും സമ്പൂർണ്ണമാണ് ആ പ്രെയർ. അത്രയും ഒരു പ്രെയറിൻ്റെ എല്ലാ കണ്ടൻറ്റും ഉള്ള രക്ഷാകര സംഭവങ്ങളെ ഹൃദയത്തിൽ വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ രക്ഷ പ്രാപിക്കുകയാണ്. ജപമാല നമ്മളെ ക്രിസ്തുവിലേക്കാണ് അടുപ്പിക്കുന്നത്. കൈ അടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കുടുംബ പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രാർത്ഥന ചെല്ലിച്ച് ഞങ്ങളുടെ ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടണമേ. കുടുംബങ്ങൾ സുരക്ഷിതത്വം നൽകണമേ. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകണമേ. കർത്താവിന്റെ ശക്തി വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ശക്തി നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം ലോകം മുഴുവൻ ഇരുന്ന് അനേക രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇരുന്നു കൊണ്ട് ദേശങ്ങളിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന കൂടുന്ന ഓരോ മക്കൾക്കും അവരുടെ ജീവിത അവസ്ഥകളിലെ അവരുടെ മാരക രോഗങ്ങൾ, തീരാവേദനകളിലെ ജീവിത ദുരിതങ്ങളിലെ കർത്താവേ, പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും സൗഖ്യവും നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതുപോലെ പ്രാർത്ഥിക്കുന്ന മുമ്പ് നിങ്ങൾ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന മുമ്പ് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താ കാരണം? എനിക്കൊരാവശ്യമുള്ളത് കൊണ്ടല്ല. എന്താ കാര്യം? മറിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഐ പ്രേ ബിക്കോസ് ഐ ലവ് യു. അതാണ് സംഭവം. നമ്മുടെ വിഷയത്തിന് 2ാം സ്ഥാനമാണ്. വിഷയത്തിൽ 1ാം സ്ഥാനം വന്നാൽ ആ പ്രാർത്ഥന വിഗ്രഹാരാധനയെ മാറും. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നു, ഐ പ്രേ ബിക്കോസ് ഐ ലവ് യു.
ഞാൻ പ്രാർത്ഥിക്കുന്നു, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്താ കാര്യം? ബാക്കിയുള്ള വിഷയം എന്താ? ബാക്കിയുള്ള നിൻ്റെ ആവശ്യങ്ങൾ നീ പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്നെ നിൻ്റെ കർത്താവ് അറിയുന്നു. അപ്പം രണ്ടാമത്തെ സ്ഥാനം മാത്രമേ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ കൊടുക്കാവൂ. എന്താ കാരണം? ഒന്നാം സ്ഥാനം എന്താ? പ്രാർത്ഥനയിൽ ദൈവം തന്നെയായിരിക്കണം. ദൈവം തന്നെയായിരിക്കണം നമ്മുടെ അത് ആ ഒന്നാം പ്രമാണം അനുസരിച്ചാണ് ആ പ്രാർത്ഥന പോണത്. നിൻ്റെ കർത്താവ് ദൈവം. അപ്പം നമ്മുടെ വിഷയം നമ്മുടെ കർത്താവാകരുത്. പലപ്പോഴും പല ആൾക്കാർക്ക് സംഭവിക്കണത്, വെള്ളം വള്ളത്തിൻ്റെ അകത്ത് കിടക്കും. അപ്പോൾ എന്ത് പറ്റും? വള്ളം മുങ്ങിപ്പോവും. അതാണ് സംഭവം. വെള്ളം വള്ളത്തിൻ്റെ അകത്ത്, പക്ഷേ വെള്ളം വേണം അല്ലേ? വെള്ളം പോകണമെങ്കിൽ വെള്ളം വേണം. അപ്പോൾ വെള്ളത്തിലാണ് വള്ളം കിടക്കേണ്ടത്. പക്ഷെ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും സംഭവിക്കുന്നത്, വെള്ളം വള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കും. വിഷയത്തിന് പ്രാർത്ഥനയേക്കാൾ വലിയ വിഷയം വരും. അതാണ് ചോദിക്കണത്. നിങ്ങൾ എന്താണ് ക്ലാരിറ്റി വേണമെന്ന് പറയുന്നതാണ്. അപ്പോൾ ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെയായിരിക്കണം. ദൈവത്തിന് എന്ന് പറയുമ്പോൾ ഈ നിബന്ധനകളെല്ലാം, ഉടമ്പടി നിബന്ധനകളെല്ലാം ലക്ഷ്യം വെക്കണത് എന്താ? ദൈവസ്നേഹമാണ്. നീ രോഗിയെ കാണുമ്പോഴും കർത്താവ് എന്നാ പറഞ്ഞത്? നീ രോഗിയെ കാണുമ്പോഴും നീ ഒരു പത്രമെടുത്ത് കൊടുക്കത്തില്ലേ? പത്രമെടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കത്തില്ലേ? അപ്പോഴും നിൻ്റെ ഉള്ളിലുണ്ടാകേണ്ടത് എന്താ? ദൈവസ്നേഹമാണ്. ഹൈദരാബാദിൽ നിന്നൊരു സാക്ഷ്യം കേട്ടില്ലേ നമ്മൾ? എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടായിരുന്നു അച്ഛൻ. അതായത് എനിക്കിഷ്ടപ്പെട്ടതിന് കാരണം, ആ മുസ്ലിം സഹോദരൻ്റെ വിവാഹം നടക്കണില്ലെങ്കിൽ സ്വാഭാവികം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നടത്തിയില്ലെങ്കിൽ അവർ നടത്തിയിട്ടെടുത്തോളൂ. അതിന് നമുക്ക് എന്നാന്ന് നോക്കും. അങ്ങനെയല്ല. ആ മോൾക്കത് കേട്ടപ്പോഴൊരു സങ്കടം, മറ്റുള്ള മനുഷ്യരുടെ വിഷമതകൾ നമുക്കൊരു സങ്കടങ്ങളായിട്ട് തോന്നുകയും നമ്മൾ ദൈവതിരുസന്നിധിയിൽ അത് സമർപ്പിക്കുകയും ചെയ്യും. അപ്പോഴെന്താ? അവിടെ ഒരു സ്നേഹമാണ് പ്രൊഡ്യൂസ് ചെയ്യണത്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ ഉടനെ ഒരു കൃപാസനം പത്രമെടുത്ത് നിങ്ങൾ ഈ പത്രമെന്ന് വെറുതെ സാക്ഷ്യം പറയരുത്. അപ്പോൾ അത് മനോരമയാണ്, ഇംഗ്ലീഷാണ്, ഹിന്ദുവാണ്, മാതൃഭൂമിയാണെന്ന് ആൾക്കാർക്ക് സംശയം തോന്നും. വെഞ്ചരിച്ച കൃപാസനം പത്രമെന്ന് പറയണം. മനസ്സിലായില്ലേ? കാര്യം പത്രത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ഒരു ഒബ്ജക്ഷൻസും പുറത്ത് ഒത്തിരി ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മിഷൻ പത്രമാണ്. എന്താ ഉള്ളത്? കർത്താവിനെ അറിയാത്തവർ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അല്ല പത്രം വയറെ വെക്കാനോ തലേ വെക്കാനോ ഒന്നും ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. സഭയുടെ പോളിസിയല്ല അത്. സഭയുടെ പോളിസിയല്ല. പക്ഷേ സഭയുടെ രീതി എന്താണ്? എല്ലാം വെഞ്ചരിക്കും. എന്താ കാര്യം? എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. അത് പത്രം വെഞ്ചരിച്ചിട്ടുണ്ട്. ഒന്നല്ല, 12 പ്രാവശ്യം. 12 കാര്യം ജനങ്ങളിലേക്ക് പോകുന്നതല്ലേ ഇത്. ഇപ്പോൾ ആ മുസ്ലിം സഹോദരൻ്റെ ബാഗിൽ നിങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ബാഗിൽ ഈ പത്രം ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേ അവർക്കതിൽ വലിയ വിശ്വാസമൊന്നും തോന്നിയില്ലെന്ന് ആ സഹോദരി പറഞ്ഞു ഇല്ലേ? അപ്പോഴും ആ സഹോദരി എന്താ പറയണത്? അവർക്ക് വിശ്വാസം തോന്നിയില്ലെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി. അതാണ് കറക്റ്റ് സംഭവം. അതാണ് സംഭവം. മറ്റുള്ള സഹോദരങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്നവരെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ദൈവം കേൾക്കുന്നത് ആരാ? നമ്മുടെ പ്രാർത്ഥനയാണ്. എന്നിട്ട് ആ സഹോദരി വേണ്ട ഒരു കാര്യം പറഞ്ഞ്, അവരവിടെ പോയി ആ കല്യാണം കണ്ട് 10-32 വർഷമായിട്ട് കല്യാണം നടക്കാത്ത കേസാണ്. ആ കല്യാണം ഇങ്ങനെ പത്രം വെച്ച് പോയിട്ട്, പത്രം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വെഞ്ചരിച്ച പത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യം. അതിൻ്റെ ഒരു അടയാളമാണത്. അല്ല ദൈവമല്ല, അത് ദൈവത്തിൻ്റെ സാന്നിധ്യമല്ല, പക്ഷെ അതിൻ്റെ അടയാളം. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് സ്കൂളെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഉടനെ ഒരു ത്രികോണം പോലെ ട്രാഫിക് ലോ അനുസരിച്ചിട്ട് ഒരു ബോർഡ് വെക്കും. ഒരു കൊച്ചു ബാഗ് കൊണ്ട് ചാടണം വെക്കും. അപ്പോൾ എന്താ ഡ്രൈവർമാർ ചെയ്യണത്? ഇവിടെ സ്കൂളുണ്ട്, അതുകൊണ്ട് 40 കിലോമീറ്റർ താഴെ സ്പീഡാക്കണമെന്ന്. അപ്പോൾ ആ കാണുന്ന ബോർഡിലല്ല സ്കൂള് വേറെയാണ്. ആ ബോർഡ് എന്താണ്? ഒരടയാളമാണ്. ഇതുപോലെ നിൻ്റെ വെഞ്ചരിച്ച എല്ലാ വസ്തുക്കളും എന്താണ്? ദൈവം.
അതിന് പിന്നാമ്പുറത്തുണ്ടെന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇതെല്ലാം അടയാളമാണ്. ആ കാശുരൂപം കൊണ്ടുപോയ മോള് പരീക്ഷിച്ചതിന് എന്താണ്? അത് ദൈവത്തിൻ്റെ അടയാളങ്ങളാണ്. എന്താണ്? അത് ഹൃദയത്തിൽ ദൈവത്തെ വിശ്വസിച്ചിട്ട് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞിട്ട് പൗരോഹിത്യ വിധിപ്രകാരം കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള വിശ്വാസ പാരമ്പര്യപ്രകാരം അത് വെഞ്ചരിച്ചിരിക്കുന്നത് ഇക്കാലങ്ങളിൽ കഷ്ടപ്പെടുന്ന ദൈവജനത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യവും സൗഖ്യവും അനുഭവിക്കാനുള്ള ദൈവിക സ്വർഗീയ സംവിധാനമാണ്. കൈ അടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയിൽ സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തുതിച്ചോളൂ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾ ദൈവശരണം വർദ്ധിപ്പിക്കണമേ. ദൈവസ്നേഹം നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കണ എന്നാ, ഇപ്പോഴാ മോള് വിവാഹം ഒത്തുവരാത്ത മുസ്ലിം സഹോദരൻ്റെ കാര്യത്തിന് വേണ്ടി പത്രം ബാഗിൽ വെച്ച് കൊടുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളവുമായി അവരെ പ്രാർത്ഥിച്ച് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ആ കല്യാണം ഒത്തില്ല അല്ലേ? പക്ഷെ അവൾ എന്നാ ചെയ്ത്? തിരിച്ചിവിടെ വന്നു. അതാണ് ശരണമെന്ന പുണ്യമെന്ന്. ആദ്യം വിശ്വാസമാണ്. വിശ്വാസം പരാജയപ്പെട്ടു. വിശ്വാസം പരാജയപ്പെടുമ്പോൾ എന്നാ പറഞ്ഞ അടുത്ത ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കും നമ്മൾ. എന്താണ്? ശരണം. അവൾ തിരിച്ചിവിടെ വന്ന് പ്രാർത്ഥന കൂടി. എന്നിട്ട് വീണ്ടും ആ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കല്യാണക്കാർ തിരിച്ച് വിളിക്കും. കാര്യം ദൈവത്തിൻ്റെ വാക്കിൻ്റെ പ്രത്യേകത, നമ്മൾ ദൈവത്തിൻ്റെ ദൈവം സത്യസന്ധനായത് കാരണം ജാതി മതഭേദമെന്നെ ആര് വിളിച്ചപേക്ഷിച്ചാലും സത്യത്തെ വിട്ടു നീക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. അതുകൊണ്ട് അതിന് ഉത്തരം നൽകും. അച്ഛൻ ആദ്യം പറഞ്ഞ എന്താ? യോഹന്നാൻ 14. ഈ എല്ലാ ഉടമ്പടി നിബന്ധനകളുടെയും ലക്ഷ്യം എന്താണ്? ദൈവ സ്നേഹമാണ്. അപ്പോൾ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോഴേ എൻ്റെ മക്കളെ മനസ്സിലാക്കണം എന്താണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത്. അതറിയാണ്ടാണ് ഇങ്ങനെ കാട്ടിക്കൂട്ടി ഇങ്ങനെ അനുഷ്ഠാനക്രിയകൾ ഒപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഹാർട്ട്സ് യുവർ ലിപ്സ് വിത്തൗട്ട് ഹാർട്ട്. TS Eliotന്റെ ഒരു പോയട്രിയാണ് ഇപ്പം എൻ്റെ വായി വന്നത്. എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മളുടെ ലിപ്സിന് ഹാർട്ട് നഷ്ടപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ദൈവസ്നേഹം നഷ്ടപ്പെടും. അപ്പോൾ റാറ്റ് ഫിറ്റിംഗ് ഓൺ ദി ബ്രോക്കൺ ഗ്ലാസസ് എന്ന് അദ്ദേഹം പറഞ്ഞ പോലെ ഇരിക്കും. എന്താണ്? അതുകൊണ്ട് പ്രാർത്ഥനകളെല്ലാം ഈ പൊട്ടിക്കിടക്കുന്ന ചില്ലിൻ്റെ കഷ്ണത്തിൻ്റെ മുകളിൽ കൂടി എലി നിരച്ച് പോകുമ്പോൾ കേൾക്കണ സ്വരമില്ലേ? റാറ്റ് ഫിറ്റിംഗ് ഓൺ ദി ബ്രോക്കൺ ഗ്ലാസസ്. എന്താണ്? ഹോളോ മാനാണെന്ന്, സ്റ്റഫ്ഡ് മാനാണെന്ന്. തലയുടെ അകത്ത് ദൈവമില്ല, മറിച്ച് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്റ്റഫ് ചെയ്ത് വെക്കുന്ന ഒരു മനുഷ്യക്കോലത്തിൻ്റെ പ്രാർത്ഥനകൾ ഒരു ചില്ലിൻ്റെ കിലുക്കം പോലെ ഇരിക്കുമെന്നാണ്. എപ്പോഴും നമ്മൾ നിബന്ധനകൾ പാലിക്കുമ്പോഴേ ആ നിബന്ധനകളുടെ ഉള്ളിൽ ലക്ഷ്യമെന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ 1 കൊറിന്ത്യൻസിൻ്റെ 13:14 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പം നിബന്ധനകൾ പാലിക്കുമ്പോഴും നിബന്ധനകൾ അതിൽ തന്നെ ലക്ഷ്യമല്ല. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്ന് പറയുമ്പോഴേ ആ നിബന്ധനകൾ നമ്മൾ പാലിക്കും. ഒരു പ്രായമുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് സഹായിക്കാൻ ആരുമില്ലാത്ത ആളെ നമ്മൾ ഒരു കിടപ്പ് രോഗിയെ കുളിപ്പിക്കുമ്പോഴേ ആ കുളിപ്പിക്കുന്നത് ഉടമ്പടി ലക്ഷ്യമല്ല, അത് ഒരു കർമ്മമാണ്. അതിൻ്റെ പിന്നിലുള്ള ദൈവസ്നേഹമാണ് ലക്ഷ്യം. മക്കൾ മനസ്സിലായില്ല? പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കണം, ഞാൻ വലിയ കാര്യം ചെയ്തതെന്ന് പറയണത്, ഞാൻ വലിയ കാര്യം ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആ രോഗിയെ കുളിപ്പിച്ചു എന്നുള്ളതല്ല വലിയ കാര്യം. എന്താണ്?
ആ രോഗിയെ കുളിപ്പിക്കുന്നതിലൂടെ ഞാൻ കർത്താവിൻ്റെ വാക്ക് പാലിച്ചു ദൈവത്തെ സ്നേഹിച്ചുവെന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ഉടമ്പടിയുടെ എല്ലാ ലക്ഷ്യം ദൈവസ്നേഹമാണ്. അതാണ് നമ്മൾ 14-11 ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഫാൻസി ബ്രിട്ടോ. ഞാൻ കുണ്ടന്നൂർ ചെറുപുഷ്പം ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാനിവിടെ കൃപാസനത്തിൽ ആദ്യമായി ഉടമ്പടി ധ്യാനം കൂടുവാനായിട്ട് അച്ഛൻ്റെ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ യൂട്യൂബിലാണ് ഞാനിത് കണ്ടത്. സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും കൂടിയപ്പോൾ എനിക്ക് ഇവിടെ വന്ന് മാതാവിനെ കാണണമെന്നും അമ്മയുടെ ഉടമ്പടി എടുക്കണമെന്നും മനസ്സിൽ തോന്നി. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗങ്ങൾ എഴുതിയപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ മെറിറ്റെല്ലാം പോയി. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ചേട്ടൻ ഒരു കോൺട്രാക്ടറാണ് ഓയിൽ കമ്പനികളുടെ. ചേട്ടൻ്റെ പേയ്മെൻറ്റുകളിൽ എല്ലാം തടസ്സങ്ങളും ബില്ല് പാസ്സാകാതെ വരലും ഓരോ ദിവസവും ഞങ്ങൾ ഓരോ പ്രശ്നങ്ങളിലൂടെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ചേട്ടനും മക്കളും എന്നോട് പറയും, മമ്മിയുടെ വന്ന് ഉടമ്പടി എടുത്തിട്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. ഞാനപ്പോൾ പറയും, ഇല്ല, മാതാവിന് നമ്മളെ നേരത്തെ അറിയാം, അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും മാതാവ് ഒന്നൊന്നായി മാറ്റിത്തരും. അങ്ങനെ പറഞ്ഞ് ഞാൻ അവരെ ശക്തിപ്പെടുത്തും. അവരെ ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ ഇരുത്തും. അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉടമ്പടിയിൽ അച്ഛൻ്റെ ഒരു ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് അച്ഛൻ ആരാധനയുടെ സമയത്ത് പറഞ്ഞു, ഒരാളുടെ 2 കാലിലും കറുപ്പ് കളറായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് എന്തോ വലിയ രോഗമാണ്. ഈശോ അയാളെ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട് എന്ന്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അതെൻ്റെ ചേട്ടൻ്റെ 2 കാലുകളുമാണ്. ചേട്ടന് 3-4 വർഷമായി ഒരു അലർജി വന്നിട്ട് 2 കാലും കറുപ്പ് കളറായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വളരെ പതിയെ ആ കാലിൻ്റെ കളറുകൾ മാറുവാൻ തുടങ്ങി. ഇപ്പോൾ സാധാരണ പോലെയാണ്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, എൻ്റെ നടുവേദന 35 വർഷമായി ഞാൻ നടുവേദന അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. മാതാവിൻ്റെ അടുത്ത് ഞാൻ നിയോഗമൊന്നും വെച്ചിട്ടില്ല. അതുപോലെ തന്നെ ചേട്ടൻ്റെ കാലിൻ്റേതും ഞാൻ നിയോഗം വെച്ചിട്ടില്ലായിരുന്നു. എൻ്റെ ഡിസ്കിന് സെക്കൻഡ് സ്ലിപ്പായിരുന്നു. എനിക്ക് ജന്മനാൽ തന്നെ ഡിസ്കിന് ഹുക്ക് ഉണ്ടായിരുന്നില്ല, അത് ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറയും, സർജറി ചെയ്തില്ലെങ്കിൽ വീണ്ടും ഒരു സ്ലിപ്പ് വന്നാൽ നിങ്ങൾ തളർന്നു പോകും. പക്ഷേ ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ജോലി ചെയ്ത് നടക്കുവാൻ, ചേട്ടൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കുവാൻ, വീടിനെ മുഴുവനായിട്ട് നോക്കുവാൻ എനിക്ക് സാധിക്കണേ എന്ന്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നും ഞങ്ങൾ കുടുംബം മുഴുവൻ ഉടമ്പടി തൈലവും ഉപ്പും തേനും ദിവസവും ഞങ്ങൾ വെള്ളത്തിൽ ചേർത്ത് രാവിലെ ഉണർന്നു കഴിയുമ്പോൾ തന്നെ കഴിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ നടുവേദന പൂർണ്ണമായി മാറി. ഇപ്പോൾ 2 വർഷമായി എനിക്ക് നടുവേദന വന്നിട്ടില്ല. മരുന്നിപ്പോൾ ഒന്നും എടുക്കുന്നില്ല. ഞാൻ ഉടമ്പടിയിലായതിനു ശേഷം ഇതിനു വേണ്ടി മരുന്നൊന്നും കഴിച്ചിട്ടില്ല. ചേട്ടനും മരുന്നൊന്നും കഴിച്ചിട്ടില്ല. മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലത്തിൻ്റെയും ഉപ്പിൻ്റെയും തേനിൻ്റെയും അനുഗ്രഹമൊന്നും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് മാറിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മൂന്നാമതായി, ഒരു ദിവസം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ
എന്തെഴുതണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മാതാവ് ഉള്ളിൽ GST എന്ന് കാണിച്ചു തന്നു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനത് ഉടമ്പടിയിൽ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞ് ചേട്ടനൊരു നോട്ടീസ് വന്നു. 2017-18 GSTയുടെ ഇൻപുട്ട് എടുത്തത് നിങ്ങൾ തിരിച്ചടയ്ക്കണം, 25 ലക്ഷം പ്ലസ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞങ്ങളെ കൊണ്ട് അത് അടക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞങ്ങളുടെ ടാക്സ് പ്രാക്ടീഷണർ പറഞ്ഞു ഒരു അഡ്വക്കേറ്റിനെ കണ്ട് ഒരു അപ്പീൽ കൊടുക്കണമെന്ന്. അഡ്വക്കേറ്റ് പറഞ്ഞു 2.5 ലക്ഷം രൂപ അത് അടക്കണം, ഗവൺമെൻറ്റിൽ കെട്ടിവെക്കണം, കൂടാതെ നിങ്ങൾ എൻ്റെ ഫീസും തരണം. ആ സമയങ്ങളിലൊന്നും അമ്മ മാതാവ് ഞങ്ങൾക്കൊരു ഫണ്ടും തന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അമ്മ GST ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് മാറിക്കിട്ടും. ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടിയാണ് ഞങ്ങൾ ഓരോ ദിവസങ്ങളും കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇതടയ്ക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധിക്കുകയില്ലായിരുന്നു. വക്കീലിനെ വെക്കാനും ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇപ്പോൾ മാർച്ച് 25 ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വന്നു, നിങ്ങൾ ഒരു പൈസ പോലും അടക്കണ്ട, അതെല്ലാം നിങ്ങൾക്ക് ഇളവ് ചെയ്ത് തന്നിരിക്കുന്നു എന്ന്. അതേസമയം അപ്പീൽ കൊടുത്തവർക്കെല്ലാം ഈ പൈസ അടക്കേണ്ടി വന്നു. ഞങ്ങളെ മാതാവ് അതിൽ നിന്നും വളരെ അധികമായി സംരക്ഷിച്ചു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രമെല്ലാം വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അർഹതയുള്ളവരുടെ കയ്യിൽ മാത്രം കിട്ടണേ മാതാവേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനിത് കൊണ്ടുപോകുന്നത്. ഇത് എന്നെ ദൈവസ്നേഹത്താൽ നിറയ്ക്കണേ, യേശുവിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്നെല്ലാം പ്രാർത്ഥിച്ച് ഞാൻ വഴിയരികിലും ഹോസ്പിറ്റലുകളിലും അതുപോലെ ബസ് സ്റ്റാൻഡിലും പിന്നെ പള്ളികൾ കഴിഞ്ഞു പോകുന്ന ആളുകളുടെ കയ്യിലുമൊക്കെയാണ് പ്രാർത്ഥിച്ചു കൊടുത്തിരുന്നത്. അത് കൊടുക്കുമ്പോൾ മാതാവിൻ്റെ പത്രത്തോടൊപ്പം ഹിന്ദുക്കൾക്ക് കൊടുക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ വിശ്വാസ പ്രമാണം, സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ മറിയം എല്ലാം ചൊല്ലി എഴുതിയ പേപ്പറും അതിൻ്റെ കൂടെ ഒരു കാശുരൂപം വെച്ച് പിൻ ചെയ്താണ് രോഗികൾക്കെല്ലാം കൊടുക്കുന്നതും ഹിന്ദുക്കൾക്കെല്ലാം കൊടുക്കുന്നതും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ വൃദ്ധസദനങ്ങളിലും അതുപോലെ അംഗവൈകല്യമുള്ളവരെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തും എല്ലാം ഫുഡും അതുപോലെ സാമ്പത്തികമായ സഹായവും ഞങ്ങൾ അവിടെ ചെയ്യും. പിന്നെ ദൈവനാമ മഹത്വത്തിനായി എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പുതിച്ചോറ് അർഹതപ്പെട്ടവർക്ക് നോക്കി നടന്നു കൊടുക്കും. അതുപോലെ അറിയാവുന്ന പാവപ്പെട്ട വീടുകളിലെ സ്ത്രീകളെ കണ്ട് അവർക്കും അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ കൂടാതെ ഞങ്ങളുടെ ആത്മീയമായ കാര്യങ്ങളിൽ ഞങ്ങൾ നേരത്തെ ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും പ്രധാന ദിവസങ്ങളിലും അല്ലെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണുന്ന ഒരു കുടുംബമായി ഞങ്ങൾ മാറി. കുമ്പസാരവും കൃത്യമായ രീതിയിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ കുമ്പസാരിക്കും. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചൊല്ലും, ബൈബിൾ അരമണിക്കൂർ വായിക്കും. കൂടുതൽ സമയങ്ങളിൽ എപ്പോഴും പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നടക്കും. മാതാവിൻ്റെ ജപമാല ഓരോരുത്തർ ഓരോ സങ്കടം വന്ന് പറയുമ്പോൾ അപ്പോഴെല്ലാം അവർക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. GST എങ്ങനെ അടക്കും എന്ന് ഞാൻ വളരെയധികം വിഷമിച്ചുകൊണ്ടിരുന്നിരുന്നു. 25 ലക്ഷം രൂപ അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം കൂടി 25,69,000 രൂപ ഞാൻ അടക്കണമായിരുന്നു ഗവൺമെൻറ്റിലേക്ക്. ഇതെങ്ങനെ അടക്കും എന്ന് ഞാൻ അതിനു മുമ്പ് GST എല്ലാം കൂടി തന്നെ ഞാൻ ഒന്നിച്ച് ഒരു 48 ലക്ഷം രൂപ അടച്ചതാണ്. അതോടുകൂടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും തീർന്നു പോയിരുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയത്. നോട്ടീസ് കിട്ടിയപ്പോൾ ഞാൻ ആകെ പതറി. ഇനി ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല, എന്താ ചെയ്യുക? അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥനയിലേക്ക് അമ്മയിലേക്ക് ശരണം വെച്ചത്. അമ്മയുടെ പ്രാർത്ഥന ദിവസവും ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വക്കീലിൻ്റെ അടുക്കെ പോയപ്പോൾ വക്കീൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം അവസാനം മാർച്ച് 25 ഇങ്ങനെ നോട്ടീസ് കിട്ടി, ഇനിയൊന്നും അടക്കണ്ട. അപ്പോഴാണ് നേരെ ശ്വാസം നേരെ വീണത്.
പിന്നെ ഇനിയിപ്പോൾ കുറച്ചധികം കുറേ കാര്യങ്ങളും കൂടി എനിക്ക് കിട്ടാനുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യയും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. തിരുക്കുമാരനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു.